വലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ സമസ്തക്കാർ പലപ്പോഴും ഇസ്തിഗാസ വിഷയം അതുപോലെ തന്നെയുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് അവർ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് പറയാറുള്ളത്, ഞങ്ങൾ സമസ്തക്കാരെ മുശ്രിക്കാക്കുന്നു, കാഫറാക്കുന്നു, ലോക മുസ്ലിങ്ങളെ കാഫറാക്കുന്നു എന്ന രീതിയിലുള്ള വാദങ്ങളൊക്കെ അവർ കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട്. ചിലപ്പോഴൊക്കെ പറയാറുള്ളത് ഞങ്ങൾക്ക് അങ്ങനെ വാദമില്ല എന്നൊക്കെയാണ്. ചില ആളുകൾ പറയാറുള്ളത് ഞങ്ങളുടെ പേരിൽ പല ആരോപണങ്ങൾ ഉന്നയിക്കുന്നതാണ് എന്നാണ്. സഹോദരങ്ങളെ, ഇത് കേവലം ഒരു ആരോപണം ഉന്നയിക്കലോ അതല്ലെങ്കിൽ സമസ്തക്കാരെ മുശ്രിക്കാക്കലോ അതല്ലെങ്കിൽ സമസ്തക്കാർക്കില്ലാത്ത പദം അവരുടെ പേരിൽ വെച്ച് കിട്ടുകയോ ഒന്നുമല്ല എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നടന്ന സംവാദ വേളയിൽ അവരുടെ വാദമായി പറഞ്ഞൊരു കാര്യമാണ്, മഹാന്മാർ അവരുടെ ജീവിത മരണ വ്യത്യാസമില്ലാതെ എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും അവർ കേൾക്കും, ഉത്തരം ചെയ്യും എന്നുള്ളൊരു വാദം. നമുക്കറിയാം, അവർ പറയാറുള്ളത് എന്താണ്? വല്ലേ നീലെത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്പൂടാതുത്തിരും ചെയ്യും ഞാൻ എന്നവർ കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാനാം നിങ്ങളുടെ കൽബകം എന്നവർ. ഇതൊക്കെ ഇവരുടെ വാദമാണ്. മരിച്ചുപോയ മഹാന്മാരെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുന്നത് ട്രാൻസ്ഫോമറിൽ നിന്ന് നേരിട്ട് കറണ്ട് എടുക്കുന്നത് പോലെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ പറയാറുണ്ടല്ലോ. അങ്ങനെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിന് പകരം അന്ന് മഹാന്മാരോടാണ് പ്രാർത്ഥിക്കുന്നത്, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ഇബ്ലീസിന്റെ പ്രമേയമാണ് എന്നും അതുപോലെയുള്ള നിരവധി വാദങ്ങൾ സമസ്തയുടെ മുസ്ലിയാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഒരുവിധം സമസ്തയെ അംഗീകരിക്കുന്ന ആളുകൾക്ക് ഈ വിഷയങ്ങളൊന്നും അറിയില്ല. മുസ്ലിയാക്കന്മാരിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയാണ്. സംവാദവേദിയിലൊക്കെ നമ്മൾ മുസ്ലിയാക്കന്മാരെ മാത്രമാണല്ലോ കാണാറുള്ളത്, സാധാരണക്കാരെ കാണാറില്ല. പിന്നെ ഇവർ അറബിയിൽ ചെല്ലുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് പാവങ്ങൾക്ക് അറിയുമില്ല. എന്നാൽ മുസ്ലിയാക്കന്മാരുടെ പിന്നാലെ തന്നെ നടക്കുന്ന ചില ആളുകൾക്ക് ചില കാര്യങ്ങൾ അറിയാമെന്നതിനപ്പുറം പല ആളുകൾക്കും ഈ വിഷയം അറിയില്ല എന്നത് തന്നെയാണ് ഇവർ ഞങ്ങൾ മുശ്രിക്കാക്കുന്നു എന്നും ഞങ്ങളുടെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നതാണ് എന്ന രീതിയിലുള്ള വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ചെറിയ രീതിയിൽ ഒരു പരിശോധന നടത്തുകയാണ്. ആദ്യം തന്നെ പറയട്ടെ, നിങ്ങൾ ഈ വീഡിയോയുടെ ആദ്യം മുതൽ അവസാനം വരെ കാണണമെന്ന് സ്നേഹബുദ്ധി ഉണർത്തുകയാണ്. ഞങ്ങൾ നിങ്ങളുടെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നതാണോ, ഞങ്ങൾ വെച്ച് കെട്ടുകയാണോ, കള്ളപ്രചരണം നടത്തുകയാണോ എന്നൊക്കെ നിങ്ങൾക്ക് കൃത്യമായി ബോധ്യപ്പെടും ഇൻഷാ അള്ളാ. സഹോദരങ്ങളെ, ഇവിടെ സമസ്തക്കാരുടെ വിശ്വാസം നമ്മൾ നേരത്തെ പറഞ്ഞു. അവർ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയുള്ള കാരണം എന്താണ്? അള്ളാഹുവിനോട് നേരിട്ട് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇബിലീസിന്റെ പ്രമേയമാണ്, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്നത് ഇബിലീസിന്റെ പ്രമേയമാണ് എന്നൊക്കെ വാദിക്കുന്ന മുസ്ലിയാക്കന്മാർ. എന്തുകൊണ്ടാണ് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടി കാരണം? അതൊരു മുസ്ലിയാർ പറയും, അത് നമുക്കൊന്ന് കേൾക്കാം. സത്യത്തിൽ പറഞ്ഞാൽ ഖബറിനെ ആരാധിക്കലല്ല. നമ്മളിപ്പോ ഏത് വിഷയം എല്ലാവരും ആരാധിക്കുന്ന ദൈവത്തിനാണ് എല്ലാവരും ആരാധിക്കേണ്ടത്. അപ്പൊ നമ്മൾ ട്രാൻസ്ഫോമറിൽ നേരിട്ട് കറണ്ട് വീട്ടിലേക്ക് ആരും എടുക്കാറില്ല, അത് പോസ്റ്റ് വഴി എടുക്കാറ്. ഇതുപോലെ അള്ളാഹ്ക്ക് ദൈവത്തിലേക്ക് നേരിട്ട് പറയാനുള്ള ഒരു ശക്തി നമുക്ക്, അതായത് ദൈവത്തിനോട് നേരിട്ട് പറയാനുള്ള ശക്തി, യോഗ്യത നമുക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മഹാന്മാരോട് പറയുകയും മഹാന്മാരിലൂടെ നമ്മൾ അള്ളാഹുവിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കുകയുമാണ് ചെയ്യുന്നത് എന്ന രൂപത്തിലാണ് ഇവർ പറയുന്നത്. ഇനി നമുക്ക് ഒരു മുസ്ലിയാർ നമ്മൾ അള്ളാഹു കാണുന്നത് പോലെ കാണുമെന്നും കേൾക്കുമെന്നും അറിയുമെന്നും ഇടപെടുമെന്നും ഒക്കെ പറഞ്ഞല്ലോ, അത് ആ രൂപത്തിലുള്ള വാദം ഉന്നയിക്കുന്നതൊന്ന് കേൾക്കാം. സഹോദരന്മാരെ, ദിക്റിലും ഫിക്റിലുമായി ലയിച്ചങ്ങെടുത്തപ്പോൾ ശൈഖുന നേടിയെടുത്ത പവറാണിത്. ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും ആ വിളി കേൾക്കാനുള്ള പവർ, ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും നൊടിയിട കൊണ്ട് അവരെ സഹായിക്കാനുള്ള കഴിവ്. വല്ലേ നിലത്തിനും എന്നെ വിളിപ്പോർപ്പ് വായ്പൂണ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. എത്ര ദൂരത്ത് വെച്ച് വിളിച്ചാലും അള്ളാഹുവിന് കേൾക്കാൻ കഴിയും. ഏത് നിലക്കുള്ള സഹായം വേണമെങ്കിലും അള്ളാഹുവിന് എത്തിക്കാൻ കഴിയുമെങ്കിൽ. എന്താ പറഞ്ഞത്? എവിടെ നിന്ന് വിളിച്ചാലും അള്ളാഹുവിന് കേൾക്കാൻ കഴിയുമെങ്കിൽ, ഏത് രീതിയിലെ സഹായവും അള്ളാഹുവിന് സഹായം നൽകുവാൻ കഴിയുമെങ്കിൽ, ഏത് സഹായം നമ്മൾ അഭ്യർത്ഥിച്ചു കഴിഞ്ഞാലും ആ സഹായം നമുക്ക് നൽകുവാൻ അള്ളാഹുവിന് കഴിയുമെങ്കിൽ, ബാക്കിയാൾ പറയാം. ആ ഒരു റഹ്മാനിയത്തിന്റെ കഴിവ് നേടിയ തങ്ങൾക്ക് കേട്ടില്ലേ? നമ്മളിപ്പോൾ എവിടെ നിന്ന് വിളിച്ചാലും അള്ളാഹു കേൾക്കും. നമ്മൾ എന്ത് സഹായം ചോദിച്ചു കഴിഞ്ഞാലും അള്ളാഹു നമ്മളെ സഹായിക്കും. ഈ ഒരു കഴിവ് ആർക്കുണ്ട്? ഔസുല്ലാമിന് ഉണ്ട് എന്നാണല്ലോ മുസ്ലിയാർ പറഞ്ഞത്. അതേ റഹ്മാനിയത്തിന്റെ പവർ നേടിയ ശൈഖുന മടവൂർ ഓർക്ക് കഴിയുകയാണ്, ഖാജാ തങ്ങൾക്ക് കഴിയുകയാണ്, മഹാന്മാർക്ക് കഴിയുകയാണ്. ഈ നിലക്ക് പരിധിയില്ലാത്ത പവർ മഹാനവറുകൾ നേടി. കേട്ടില്ലേ? അതായത് പരിധിയില്ലാതെ, അറ്റമില്ലാതെ കേൾക്കുവാനും അറിയുവാനും, അള്ളാഹു കാണുന്നത് പോലെ കാണാൻ. അങ്ങനെ നമുക്ക് ഡെക്കറേഷൻ ഒന്നും വേണ്ട. നേരെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു കാണുന്നത് പോലെ കാണാനും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനും അള്ളാഹു അറിയുന്നത് പോലെ അറിയാനും മഹാന്മാർക്ക് കഴിവുണ്ട്.
അങ്ങനെ കഴിവ് കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം ബാക്കി കൂടി പറയട്ടെ. നമ്മളൊക്കെ ഭാഗ്യവാന്മാരാണ്. മടവൂര് നാട്ടിൽ ജനിച്ചവരൊക്കെ ഭാഗ്യവാന്മാർ തന്നെ. മടവൂർ ശൈഖുനായെ കാണാൻ ഭാഗ്യം ലഭിച്ചവരൊക്കെ ഭാഗ്യവാന്മാരാണ്. അവരെ കണ്ട് ബന്ധപ്പെട്ടവരെയെങ്കിലും കാണാനും അവിടുത്തെ അത്ഭുത സംഭവങ്ങൾ കേൾക്കാനും ഇഷ്ടപ്പെടുന്ന മുഴുവൻ ആളുകളും ഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഈ വിഷയത്തിലേക്ക് കടന്ന് സംസാരിക്കുമ്പോൾ എനിക്കൊരു കുഴപ്പമുണ്ട്. അത് തള്ളുമ്പോൾ അങ്ങനെ തന്നെയാണ്. തള്ളുമ്പോൾ ഒരു കുഴപ്പമുണ്ട്, നിർത്താൻ വേണ്ടി തോന്നൂല. ഇത് നിന്ന് കിട്ടൂല. നിന്ന് കിട്ടൂല. ഇങ്ങനെ തള്ളിക്കൊണ്ട് നിൽക്കും. മണിക്കൂറുകൾ നീളുന്നത് മനസ്സിലാവില്ല. കസാലയൊക്കെ ഇട്ടിരുന്ന് നല്ല സൂയിച്ച് പറയുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഭയങ്കര ഭാഗ്യമാണ് എന്നൊക്കെയാണ് മുസ്ലിയാർ ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. എന്ത് ഈ പറയുന്ന സി എം മടവൂർ ഇങ്ങനെയൊക്കെ ആയ ആ ഒരു സി എം മടവൂരിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞില്ല, അദ്ദേഹത്തിൻ്റെ കഴിവും കറാമത്തും ഒക്കെ നമുക്കിങ്ങനെ കേൾക്കാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ഭാഗ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് സി എം മടവൂരിനെ വിളിച്ച് ഇവർ പ്രാർത്ഥിക്കുന്നത്. ഞാൻ വെറുതെ 2 മുസ്ലിയാക്കന്മാരുടെ ക്ലിപ്പ് കാണിച്ച് നിങ്ങളുടെ പേരിൽ ആരോപണം ഉന്നയിക്കുന്നതല്ല, നിങ്ങളുടെ നേതാക്കന്മാർ എഴുതി വെച്ചത് തന്നെ ഞാൻ കാണിച്ചുതരാം. ഇത് വലിയുല്ലാഹി സി എം സ്മരണിക എന്ന് പറയുന്ന പുസ്തകമാണ്. കണ്ടല്ലോ, ഈ സി എം സ്മരണികയിൽ ആരാണ് ഔലിയാക്കൾ എന്ന് പറയുന്ന ഒരു ഭാഗം അത് എഴുതിയത് ആരാണ്? PK മുഹൈനുദ്ദീൻ മുസ്ലിയാർ അണ്ടോണ. അദ്ദേഹം എഴുതിയ പുസ്തകത്തിൻ്റെ ഭാഗത്ത് വളരെ കൃത്യമായി ഒരു കുദുസിയായ ഹദീസിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് എഴുതി വെച്ചിട്ടുണ്ട്. മുസ്ലിയാക്കന്മാർ എല്ലാ കാര്യവും അങ്ങനെയാണ്. ഇസ്തിഹാസവാദത്തിന് കൃത്യമായ ഒരു തെളിവ് അവരുടെ കയ്യിലില്ല. അവർ പച്ചക്ക് ദുർവ്യാഖ്യാനിക്കുകയാണ് ചെയ്യാറുള്ളത്. ഇന്നമാ വലിയക്കും സൂറത്തുൽ മാഇദയിൽ ഇന്നമാ വലിയക്കും അല്ലാഹു റസൂലുഹു എന്ന് തുടങ്ങുന്ന ആയത്ത് അത് ഇവർ ദുർവ്യാഖ്യാനിച്ചല്ലോ. അതേപോലെ വസ്അൽന അർസൽന എന്ന് പറയുന്ന ആയത്ത് ദുർവ്യാഖ്യാനിച്ചല്ലോ. എന്നതുപോലെ തന്നെ ഇവിടെ ഒരു കുദുസിയ ഹദീസിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് എന്താണ്? ഇത് കേവലം ഒരു പുസ്തകത്തിലൊന്നല്ല, വേറൊരു പുസ്തകം കൂടി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു കുദുസിയായ ഹദീസിലൂടെ പറഞ്ഞതു നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുണ്ട്. അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിൻ്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ വിവരിച്ചിട്ടുണ്ട്. അള്ളാഹു കാണുന്നത് പോലെ കാണാനും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനും അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടാനും ഒക്കെയുള്ള കഴിവ്. നേരത്തെ മുസ്ലിയാർ അതാണല്ലോ പറഞ്ഞത്. അതിനാണല്ലോ അയാൾ അൽഹംദുലില്ലാ എന്നൊക്കെ പറഞ്ഞുകൊണ്ടും റഹ്മത്ത് അങ്ങനെ കിട്ടിയ ആളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സി എം മടവൂരിനെയൊക്കെ പരിചയപ്പെടുത്തിയത്. അന്നേരം പിന്നെ മഹാന്മാരൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അന്നേരം പിന്നെ അള്ളാഹു കാണുന്നത് പോലെ കാണാനും കേൾക്കാനും ഒക്കെ കഴിവ് ആർക്കുണ്ട്? മഹാന്മാർക്കുണ്ട്. അത് സ്വയം കഴിവാണ് എന്ന് വിശ്വസിക്കാതിരുന്നാൽ മാത്രം മതി എന്ന രീതിയിലൊരു വാദം ഇവർ ഉന്നയിക്കാറുണ്ട്. അതാണ് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇപ്പം നമ്മൾ ഇപ്പോൾ കണ്ടതാണ് കുദുസിയ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹു കാണുന്നത് പോലെ കാണാനും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനും അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടാനും മഹാന്മാർക്ക് കഴിവുണ്ട് എന്നാണ് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു എന്ന് പറഞ്ഞത്. ഏത് പണ്ഡിതന്മാർ എന്ന് പറഞ്ഞാൽ സമസ്തയുടെ പണ്ഡിതന്മാർ, അല്ലെങ്കിൽ ഇസ്തിഹാസവാദികളായ കുബൂരികളായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത്രമാത്രം മതി. സഹോദരങ്ങൾ, നമ്മളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഫത്താവ മുഹൈസുന്ന, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരുടെ ഫത്താവ, AP സമസ്തയുടെ നേതാവാണ്. ഫത്താവ മുഹൈസുന്ന ബുക്സ് പുറത്തിറക്കിയ പുസ്തകമാണ്. അതിൻ്റെ 57-ാമത്തെ പേജിൽ പറയുന്നത് നമ്മൾ ശരിക്കും ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ CM സ്മരണികയിൽ നിന്ന് വായിച്ചല്ലോ, അതിൻ്റെ ഒരു വിഷയമാണ് ഇവിടെ സംസാരിക്കുന്നത്. എന്താണ് ഇവിടെ പറയുന്നത്? എന്നാൽ വുജൂദ് ഉണ്ടായിരിക്കൽ, ഇൽമ് അറിവ്, കുദറത്ത് അതായത് ശക്തി, ഇറാദത്ത് അതായത് ഉദ്ദേശം, സമഅ് കേൾവി, ബസർ കാഴ്ച തുടങ്ങിയ അള്ളാഹുവിനുള്ള ഒട്ടധികം ഗുണങ്ങൾ മറ്റു സൃഷ്ടികൾക്കും ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് മാത്രം ശിർക്ക് വരുമെന്ന് പറയാൻ പറ്റില്ല. അതായത് അള്ളാഹുവിൻ്റെ കേൾവി, അള്ളാഹുവിൻ്റെ കാഴ്ച, അള്ളാഹുവിൻ്റെ ശക്തി, അള്ളാഹുവിൻ്റെ ഉദ്ദേശം, അള്ളാഹുവിൻ്റെ ഇൽമ് അതായത് അറിവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ഗുണങ്ങളാണല്ലോ. ആ കാര്യങ്ങളൊക്കെ സൃഷ്ടികൾക്കുമുണ്ട് എന്ന് വിശ്വസിച്ചത് കൊണ്ട് ശിർക്ക് വരും എന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പിന്നെ എങ്ങനെയാണത് ശിർക്കാണെന്ന് പറയുക? അതിൻ്റെ കാരണമാണ് ഇനി പറയുന്നത്. എന്താണ് കാരണം? മേൽഗുണങ്ങൾ അള്ളാഹുവിനുള്ളതുപോലെ സൃഷ്ടികൾക്കുണ്ടെന്ന് വിശ്വസിച്ചാൽ മാത്രമേ ശിർക്കാവൂ. അതായത് ഇപ്പോൾ അള്ളാഹുവിന് സ്വയം കഴിവാണ്, ആരുടെയും ആശ്രയം ആവശ്യമില്ല. മനസ്സിലായല്ലോ? ആരുടെയും ആശ്രയം അള്ളാഹുവിന് ആവശ്യമില്ല. അള്ളാഹു സ്വന്തമായി അള്ളാഹുവിൻ്റെ സ്വന്തം കഴിവാണ്. എന്നാൽ അള്ളാഹു സൃഷ്ടികൾക്ക് അള്ളാഹുവിൻ്റെ കഴിവ് കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കഴിവ് സൃഷ്ടികൾക്കുണ്ട്.
അള്ളാഹു കൊടുത്ത കഴിവിൽ നിന്ന് അള്ളാഹു കാണുന്നത് പോലെ കാണാനും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനും അള്ളാഹു അറിയുന്നത് പോലെ അറിയാനും കഴിയുമെന്ന് വിശ്വസിച്ചാൽ അത് ഷിർക്കാണെന്ന് പറയാൻ കഴിയില്ല. ഞാൻ വെറുതെ പറയുന്നില്ല, അതിന്റെ തൊട്ട് താഴെ തന്നെ അത് പറയുന്നുണ്ട്. അതായത് പ്രസ്തുത ഗുണങ്ങളെല്ലാം അള്ളാഹുവിന് സ്വന്തമായുള്ളതും അവയിൽ ആരെയും ആശ്രയിക്കേണ്ടതില്ലാത്തതും ആണ്. ഇതാണ് അള്ളാഹു സമതാണെന്ന് പറഞ്ഞതിന്റെ വിവക്ഷ. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്ത മറ്റു വസ്തുക്കളൊന്നും സമതെന്ന വിശ്വാസമില്ല. അതായത് സ്വയം കഴിവുള്ള സ്വന്തമായി കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ഇവിടെ ഷിർക്ക് വരികയുള്ളൂ. ഇല്ല എങ്കിൽ ഷിർക്ക് വരില്ല എന്നാണ് പൊന്മളക്കാരൻ പറയുന്നത്. സഹോദരങ്ങളെ, നിങ്ങളിപ്പോൾ കാണുന്നത് ജീലാൻ എന്ന് പറയുന്ന ഒരു സപ്ലിമെന്റ് ആണ്. ചാലിയം ജുമാ മസ്ജിദ് ഇറക്കിയ ഈ സപ്ലിമെന്റിൽ കൃത്യമായി നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയം ഒന്നും കൂടി ആവർത്തിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ CM സ്മരണികയിൽ ഖുദ്സിയ ഹദീസിനെ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അള്ളാഹു കാണുന്നത് പോലെ കാണാനും കേൾക്കാനും അറിയാനും ഇടപെടാനും ഒക്കെ കഴിയുമെന്ന് പറഞ്ഞല്ലോ. പൊന്മളയുടെ ഫത്താവ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ആ വാദം സ്ഥിരപ്പെടുത്തുന്ന രീതിയിലുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടു. അതേ കാര്യം തന്നെ ഒന്നും കൂടി ആവർത്തിക്കുകയാണ് ഈ പറയുന്ന ജീലാൻ എന്ന് പറയുന്ന പുസ്തകം. ഇത് വഹാബി വിമർശനത്തിൻ്റെ പൊരുൾ തേടി എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ലേഖനമാണ്. ഇത് എഴുതിയത് മുഹീദ്ദീൻ കുഴിപ്പുറം എന്ന് പറയുന്ന വ്യക്തിയാണ്. അതിലെന്താണ് പറയുന്നത്? ഈ ഹദീസിനെ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അള്ളാഹു ഖുദ്സിയായ ഹദീസിൽ പറയുന്നു, ഒരു അടിമ പുണ്യകർമ്മങ്ങൾ കൊണ്ട് എന്നിലേക്ക് അടുത്താൽ അവൻ പിടിക്കുന്ന കയ്യും നടക്കുന്ന കാലും കേൾക്കുന്ന കാതും കാണുന്ന കണ്ണും ഞാനാകും. ബുഖാരി. ഈ ഹദീസിൽ കാത് ഞാനാകും എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം അവന്റെ കാതിന്റെ സ്ഥാനത്ത് അള്ളാഹു തആലയാണെന്ന് എന്നല്ലല്ലോ, അത് അസംബന്ധമാണ്. എന്നിട്ട് അതിനുശേഷം പറയുന്നത് റെഡ് ലൈൻ ഇട്ട ഭാഗം നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോ. അതിന്റെ ഉദ്ദേശം അള്ളാഹു കേൾക്കുന്നത് പോലെ സ്ഥല ശബ്ദ വ്യത്യാസമന്യേ കേൾക്കാൻ സാധിക്കുമെന്നാണ്. അതിന്റെ ഉദ്ദേശം അള്ളാഹു കേൾക്കുന്നത് പോലെ സ്ഥല ശബ്ദ വ്യത്യാസമന്യേ കേൾക്കാൻ സാധിക്കുമെന്നാണ്. അതായത് നേരത്തെ പറഞ്ഞ വാദം ഇത് സമസ്തയുടെ വാദമാണ്, ഇത് ഞങ്ങൾ ആരോപിക്കുന്നതാണ് എന്ന് പറയരുത്. അതിനുവേണ്ടിയാണ് ഞാൻ ഇത്രയും ഇത് വായിക്കാൻ വേണ്ടി കാരണം. ഇത് ഇങ്ങനെ കേവലം ഇങ്ങനെ പറഞ്ഞു പോയതല്ല, ഇത് ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നത്. നിങ്ങൾ വേണമെങ്കിൽ ഇതൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കോ. കുറേ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്തി സ്ഥിരപ്പെടുത്താൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പോൾ ഇത് റെഡ് ലൈനിട്ട് കണ്ടോ. അപ്പോൾ അള്ളാഹു സഹായിക്കുന്നത് പോലെ ഈ അടിമക്കും സഹായിക്കാൻ സാധിക്കും. മരിച്ചവരെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പം മൊയ്തി ശേഖങ്ങളെ വിളിക്കുന്ന സമയത്ത് അള്ളാഹുവിനോട് നമ്മളിപ്പോൾ എനിക്ക് ഹിദായത്ത് നൽകണേ, എൻ്റെ പാപം പുറത്തരണേ, എൻ്റെ രോഗം മാറ്റിത്തരണേ, എൻ്റെ സാമ്പത്തിക പ്രതിസന്ധി നീക്കിത്തരണേ എന്ന് തുടങ്ങി നമ്മുടെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ അള്ളാഹുവിനോട് പറയുന്നത് പോലെ CM മടവൂരിനോട് പറയാം. അള്ളാഹുവിനോട് നേരിട്ട് പറയുക എന്ന് പറഞ്ഞാൽ അത് ട്രാൻസ്ഫോമറിൽ നിന്ന് കറണ്ട് എടുക്കുന്നത് പോലെയാണ്. എന്നാൽ CM മടവൂരിനോട് പറയുന്നത് എങ്ങനെയാണ്? അമ്പലക്കട ഹമീദ് ഫൈസി പറഞ്ഞല്ലോ, ബെൻസ് കാറിൽ പോകുന്നത് പോലെയാണ്, മറ്റേത് KSRTC പോകുന്നത് പോലെയാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. ഇതൊക്കെ ഞങ്ങൾ വെറുതെ ആരോപണം ഉന്നയിക്കുന്നില്ല സഹോദരങ്ങളെ. നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. നമുക്ക് നിങ്ങളോട് ഒരു ശത്രുതയുമില്ല, ഒരു അസൂയയുമില്ല. ചില ആളുകൾ പറയാം നിങ്ങൾക്ക് അസൂയാണ്. എന്തിനാണ് ഞങ്ങൾ അസൂയപ്പെടേണ്ടത്? ഞങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് വന്നവരാണ് എന്ന തിരിച്ചറിവ് നിങ്ങൾക്കില്ലേ? ഞങ്ങൾ വേറൊരു സംഘടന ഉണ്ടാക്കി എന്നിട്ട് സമസ്ത പോലെ മറ്റൊരു കാര്യം പറയുന്നവരൊന്നും അല്ലല്ലോ. എന്നിട്ട് നമുക്ക് നിങ്ങളെപ്പോലെ വളർച്ചയില്ലാതെ മുരടിച്ചിരിക്കുകയാണൊന്നും അല്ലല്ലോ. നിങ്ങൾ പറയുന്ന വാദങ്ങൾ, വിശ്വാസങ്ങൾ തെറ്റാണെന്ന് പറയുന്നവരാണ്. ഞങ്ങൾക്ക് എന്തിനാ അതിൽ അസൂയപ്പെടേണ്ട ആവശ്യം? നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങളുടെ ആളുകൾ, ഉസ്താദുമാർ നിങ്ങളെ വഞ്ചിക്കുകയാണ്. ഷിർക്കും കുഫറും കലർന്ന വിശ്വാസം വെച്ച് പുലർത്തുന്ന ആളുകളാണ്, അത് പ്രചരിപ്പിക്കുന്ന ആളുകളാണ്. നിങ്ങളെയൊക്കെ ആ ഒരു വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാനാണ് ഈ സമസ്താലയം ഉണ്ടാക്കിയത്. അതിൽ ആ ദീനി ദേവത്തിനൊന്നും അല്ല. അതൊക്കെ മുസ്ലിയാക്കന്മാർ പറഞ്ഞ രേഖകൾ നിങ്ങൾ ചോദിച്ചോ, കമന്റ് ബോക്സിൽ ചോദിച്ചു, ഞാൻ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ മുസ്ലിയാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ഔസില്ലാമിനെ വിളിക്കുന്ന ഒരു വിഭാഗത്തെ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഉസ്താദുമാർ പറഞ്ഞിട്ടുണ്ട്. മുജാഹിദുകളെ എതിർക്കാൻ വേണ്ടി, പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമെന്ന് പറയുന്ന ആ വാദത്തെ എതിർക്കാൻ വേണ്ടി സമസ്ത രൂപീകരിച്ചാണ് നിങ്ങളുടെ നേതാക്കന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇപ്പോൾ ഈ പറയുന്ന ലേഖനം പോലും നമ്മൾ ആ രീതിയിലാണല്ലോ കണ്ടത്. ഇതിന്റെ ഹെഡിങ് തന്നെ എന്താണ്? വഹാബി വിമർശനത്തിന്റെ പൊരുൾ തേടി എന്ന് പറയുന്ന ലേഖനത്തിലാണ് ഈ പറയുന്ന വാദം തന്നെ ഉന്നയിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ തിരുത്താൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്. ഇനി ഞാൻ ഈ പറയുന്നത് വെറുതെ അല്ല. എന്നാൽ ഫത്താവ മുഹീസുന്നയിൽ നിന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തരാം. അതിൻ്റെ 38-ാമത്തെ പേജിൽ ഒരു ചോദ്യത്തിന് മറുപടിയാണ്. എന്താണ്? മൊയ്തീശേഖങ്ങളെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് അനുവദനീയമാണോ? അനുവദനീയമാണെങ്കിൽ ഖുർആനിലോ ഹദീസിലോ
അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആയത്തോ ഹദീസോ വ്യക്തമാക്കാമോ? എന്താണ് ഇനി പൊന്മളക്കാരൻ കൊടുക്കുന്ന മറുപടി? ഉത്തരം: അനുവദനീയമാണ്. ഖുർആനിലും ഹദീസിലും ഇത് പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു പറയുന്നു, നിങ്ങളെ സഹായിക്കുന്നവർ അള്ളാഹുവും അവൻ്റെ പ്രവാചകരും വിശ്വാസികളും വിശ്വാസത്തിൽ പൂർണ്ണതയുള്ളവരും മാത്രമാകുന്നു. സൂറത്തുൽ മാഇദയിലെ 55-ാമത്തെ ആയത്ത്. അതായത് ഇന്നമാ വലിയക്കുമുല്ലാഹു വറസൂലുഹു വല്ലദീന ആമനു എന്ന് തുടങ്ങുന്ന ആയത്തുണ്ടല്ലോ, ആ ആയത്താണ് ഇവിടെ തെളിവായി കൊടുത്തിട്ടുള്ളത്. ആര് കൊടുത്തിട്ടുള്ളത്? പൊന്മളക്കാരൻ AP സമസ്തയുടെ ഉസ്താദ് കൊടുത്തിട്ടുള്ളത്. മനസ്സിലായല്ലോ? ഇനി ഞാനിതിങ്ങനെ വെറുതെ പറഞ്ഞതാണ്, ഇനിയും നിങ്ങൾ പറയണ്ട. ഞങ്ങൾ ആരോപണം ഉന്നയിക്കുകയാണ്, ദുർവ്യാഖ്യാനിക്കണമെന്നൊന്നും പറയണ്ട. നേരിട്ട് നിങ്ങൾ കേട്ടോ, നിങ്ങളുടെ ഉസ്താദ് തന്നെ അതിനെക്കുറിച്ച് പറയുന്നത്. പ്രാർത്ഥിക്കുന്നു എന്ന് തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടോ. ഇപ്പൊ നമ്മൾ നോക്കും, മഹാനായ ശൈഖുനാന്റെ ഇവിടൊക്കെ നമ്മളിപ്പോ ഈ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യുന്നു, അറിവിൽ നിലാവിൽ വെച്ച് നമ്മൾ ദുആ ചെയ്യുന്നു. ഇങ്ങനെ പല മജ്ലിസിൽ നമ്മൾ ദുആ ചെയ്യുന്നു ശൈഖുനാനെ വിളിച്ചുകൊണ്ട്. ഇങ്ങനെ പല മജ്ലിസിൽ നമ്മൾ ദുആ ചെയ്യുന്നു ശൈഖുനാനെ വിളിച്ചുകൊണ്ട്. അതാരാണ്? ശൈഖുനാന്റെ കറാമത്താണ്, ശൈഖുനാന്റെ പവറാണ്. അതിന് നമ്മൾ ഫലം കാണുന്നുവെങ്കിൽ, നമ്മൾ ആ കാര്യങ്ങളൊക്കെ നടന്നു വരുന്നുവെങ്കിൽ, അതൊക്കെ ശൈഖുനാന്റെ പവർ തന്നെയാണ്. അപ്പോൾ ഷെയ്ഖുനാന്റെ പവറാണ് എന്ത്? ഇവരൊക്കെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതൊക്കെ ഷെയ്ഖുനാന്റെ പവറാണ് എന്നാണ് ഇവിടെ ഈ മുസ്ലിയാർ ഇവിടെ വാദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എന്നത് ഏറെക്കുറെ ബോധ്യപ്പെട്ടല്ലോ, ഞങ്ങൾ ആരോപണമല്ലല്ലോ. ഈ പറയുന്ന വിശ്വാസം, നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഷിർക്കാണ് എന്നതിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. മനസ്സിലായല്ലോ? ഇവിടെ സമസ്തക്കാർ വെച്ച് പുലർത്തുന്ന ഇസ്തിഗാസവാദം ഷിർക്കാണെന്ന് മുജാഹിദുകളുടെ വക പറഞ്ഞതല്ല. ഇത് മുമ്പ് നടന്ന ഒരു ചർച്ചയിൽ ബഹുമാന്യനായ സുഹൈൽ യൂസുഫ് ഉസ്താദ് നമ്മളോട് പറഞ്ഞുതരാണ്. ഇപ്പം നിങ്ങൾ പറയാറുണ്ടല്ലോ, ഞങ്ങൾ സമസ്തക്കാരെ മുശ്രിക്കാക്കുന്നു, കാഫറാക്കുന്നു എന്നൊക്കെ നിങ്ങൾ ആരോപിക്കാറുണ്ടോ? ഞങ്ങൾ സത്യത്തിൽ നിങ്ങളെ മുശ്രിക്കാക്കുകയോ കാഫറാക്കുകയോ അല്ലേ ചെയ്യുന്നത്. നിങ്ങൾ ചെയ്യുന്ന വിശ്വാസ കർമ്മ കാര്യങ്ങൾ ഷിർക്കുണ്ട്. അങ്ങനെ ഷിർക്ക് ചെയ്തവൻ്റെ വിധി എന്താണ്? ഒരുത്തൻ അള്ളാഹുവിൽ പങ്കു ചേർത്ത് അവൻ മുശ്രിക്കാണ്. നിങ്ങൾ മുശ്രിക്കാണെന്ന് പറയാനല്ല. ഒരുത്തൻ കള്ളു കുടിച്ചാൽ അവൻ കള്ളുകുടിയനാണ്. പക്ഷെ നമ്മൾ നിങ്ങളെ കള്ളുകുടിയന എന്ന് വിളിക്കാനല്ല ഇത് പറയുന്നത്. നിങ്ങൾ ആ ചെയ്യുന്ന തെറ്റിൽ നിന്ന്, ഷിർക്കിൽ നിന്ന്, കുഫറിൽ നിന്ന് നിങ്ങൾ മാറണം. കാരണം പരലോകം നഷ്ടപ്പെടുന്ന ഒരു വിഷയമാണ്. നരകത്തിൽ, ശാശ്വത നരകത്തിലാണ്. ഏറ്റവും വലിയ ദുൽമ എന്തെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ സുന്നി മുജാഹിദ് വ്യത്യാസമില്ലാതെ എല്ലാവരും പറയും അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് ഏറ്റവും വലിയ ഷിർക്ക്. ഏറ്റവും വലിയ പാപം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ്, ഷിർക്ക് വെക്കലാണ്, അള്ളാഹുവിൽ ഷിർക്ക് വെക്കലാണ്. ഇപ്പോൾ നമുക്ക് സുഹൈൽ യൂസുഫ് ആ വിഷയം പറഞ്ഞിരുന്നു. ഇസ്തിഗാസ ചെയ്യുന്ന ഏതൊരാളെ വ്യക്തിയെയും അവരെ മുശ്രിക്കാണ്, കാഫിറാണ് എന്ന് നമ്മളാരും പറയാറില്ല, പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ മുമ്പും അതുപോലെ തന്നെ ഇപ്പോഴും അത് വ്യക്തമാക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇസ്തിഗാസ എങ്ങനെ ശിർക്കാവുന്നു ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ആദ്യം പറഞ്ഞത്, ഇവിടെ മുശ്രിക്കാണ്, കാഫിറാണ് നിങ്ങൾ പറയുന്നില്ലേ? ഇല്ല, അങ്ങനെയല്ല. മറിച്ച് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർ പറഞ്ഞത് ഫൽ ജാഹിലു വൽ മുഫ്തിഉ മിൻ ഹാസിൽ ഉമ്മത്ത്, അഥവാ ജാഹിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ അറിവില്ലായ്മ എന്നതാണ്. അതിന് വൽ മുഫ്തിഉ അതുപോലെ തന്നെ അബദ്ധം ചെയ്യുന്ന ആൾക്കാർ, ഈ ഉമ്മത്തിൽ പെട്ടിട്ടുള്ള അറിവില്ലായ്മ കൊണ്ടും അതുപോലെ തന്നെ അബദ്ധത്തിലും ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ വലവ് അമില മിനൽ കുഫ്രി വശിർക്കി മാ യകൂനു സാഹിബുഹു മുശ്രിക്കൻ ഔ കാഫിറൻ, അഥവാ അവര് കുഫർ, വ്യക്തമായിട്ടുള്ള ഒരു കുഫ്രോ അല്ലെങ്കിൽ ഷിർക്കോ അവരിൽ നിന്ന് ഒരു പ്രവൃത്തി വന്നു കഴിഞ്ഞാൽ അവരൊരിക്കലും മുശ്രിക്കോ അല്ലെങ്കിൽ കാഫിർ ആകുന്നില്ല. കാരണം എന്താ? പിന്നെ യഅ്സിറുൽ ബിൽ ജഹ്ലി വൽ ഖതഇ, കാരണം അവർക്ക് ഇളവുണ്ട് ചിലപ്പോൾ അവരുടെ അബദ്ധം കാരണത്താൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ അറിവില്ലായ്മ കാരണത്താൽ അവർക്ക് ഉസ്റുണ്ട്. എത്രത്തോളം വെച്ചാൽ എപ്പോഴെന്ന് വെച്ചാൽ അവരുടെ മേൽ വ്യക്തമായി തന്നെ ഹുജ്ജത്ത് സ്ഥാപിക്കണം, തെളിവ് സ്ഥാപിക്കണം. അതല്ലാതെ ഒരാളിപ്പോ എന്താണ് ഒരു ഇസ്തിഗാസ ചെയ്തു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യം ചെയ്തു വിചാരിക്കുക, അവന് മുശ്രിക് കാഫിർ എന്ന് വിളിക്കാൻ ഒരു വകുപ്പുമില്ല. മറിച്ച് ഇന്ന പ്രവൃത്തി ഷിർക്കാണ്, കുഫ്റാണെന്ന് പറയുന്നല്ലാതെ തഈൻ ചെയ്ത് അഥവാ ഒരാളെ നിർണയിച്ചു കൊണ്ട് അവൻ കാഫിറാണ്, മുശ്രിക്കാണ് എന്നുള്ളത് പറയാൻ പാടില്ല. ഇനി മനസ്സിലാക്കേണ്ടത്, ഇത് 6-ാം നൂറ്റാണ്ടിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ഇബ്നു അറബി റഹിമഹുല്ലാഹ് മാത്രമല്ല, ഇത് ഏഷ്യമുള്ള പണ്ഡിതന്മാർ എല്ലാവരും വിശദീകരിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ന് ജീവിച്ചിരിക്കുന്ന സലഫികൾക്കൊക്കെ സലഫികൾക്ക് അംഗീകരിക്കപ്പെടുന്ന പണ്ഡിതനാണ് ഷെയ്ഖ് മുഹസിൻ അബ്ബാദ് ഹഫിളഹുല്ലാഹ്. അദ്ദേഹവും ഈ കാര്യം പറയുന്നത്, ഇസ്തിഗാസ ചെയ്യുന്ന ആൾക്കാർ, എന്താണ് പ്രാർത്ഥിക്കുന്ന ആൾക്കാർ, അതുപോലെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ അവര് എന്താണ് അത് യഥാർത്ഥത്തിൽ ഷിർക്കുൻ അക്ബറാണ്, അതിൽ സംശയമില്ല. പക്ഷെ വലാ യുഖാലു ലികുല്ലി മൻ ഫഅല ദാലിക ഇന്നഹു മുശ്രിക്കുൻ കാഫിറുൻ, പക്ഷെ
എല്ലാം ഓരോരുത്തരെയും ഏറ്റെടുത്തുകൊണ്ട് അവർ മുശ്രിക്കാണ്, കാഫിറാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് ഉസ്ർ ബിൽ ജഹൽ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും ഇസ്തിഗാസ ചെയ്യുന്ന എല്ലാവരെയും തഈൻ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സംഘടനയെ തന്നെ, അഥവാ ഈ പറയപ്പെടുന്ന AP സമസ്തയോ അല്ലെങ്കിൽ EK സമസ്തയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ അവര് മുശ്രിക്കാണ്, കാഫിറാണ് എന്നുള്ളത്, ആ സംഘടന മുശ്രിക്കാണ്, കാഫിറാണെന്നുള്ളത് ഒരിക്കലും പറയാൻ പാടില്ല. പക്ഷെ ഇന്ന പ്രവൃത്തി ഇന്ന വിശ്വാസത്തിന്റെ അടിസ്ഥാനം ശിർക്കാണെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് പറയാം, ഹുജ്ജത്ത് സ്ഥാപിക്കാം. എന്നിട്ട് പിന്നെ ഇസ്ലാമികമായിട്ടുള്ള രാഷ്ട്രമാണെങ്കിൽ അതിന്റെ ഖാദിയാണത് ഒരാളെ തക്ഫീർ ചെയ്യുന്നത്, അതല്ലാതെ സാധാരണക്കാരോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള കാണുന്ന ദായികളോ ഇല്ല. അപ്പോൾ സഹോദരങ്ങളെ, സമസ്തക്കാരെ മുശ്രിക്കാക്കുകയല്ല, കാഫിറാക്കുകയല്ല, സമസ്തക്കാരുടെ വിശ്വാസം ഷിർക്കും കുഫറുമാണ് എന്ന് പറയുക മാത്രമാണ്. ഞങ്ങൾ നിങ്ങൾക്ക് സത്യസന്ധമായി നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ പറഞ്ഞു തരിക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. നിങ്ങളിപ്പോൾ ഒരുപാട് പുസ്തകങ്ങൾ കണ്ടു, സമസ്തക്കാരുടെ ആളുകൾ എഴുതി വെച്ചത് കണ്ടു, അവർ പറയുന്നത് നമ്മൾ കേട്ടു. ഇനി ഇങ്ങനെയൊക്കെ വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് ഷിർക്കാണ് എന്ന് മുജാഹിദുകളുടെ വക പറയുന്നതാണോ? അതാണ് ഇനി നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. ഇപ്പം നമ്മൾ മനസ്സിലാക്കി എന്താണ്, സമസ്തക്കാർക്ക് ഇങ്ങനെ വാദമുണ്ട്, അത് മുജാഹിദുകളുടെ വക പറയുന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ സമസ്തക്കാർ മുശ്രിക്ക് കാഫിറാണെന്നൊന്നും മുജാഹിദുകൾ പ്രചരിപ്പിക്കാറില്ല, മുജാഹിദുകൾ അങ്ങനെ വാദിക്കാറില്ല. സമസ്തക്കാരൊക്കെ മുശ്രിക്കാണ് എന്നോ കാഫിറാണെന്നോ നമ്മൾ പറയാറില്ല. പക്ഷെ നിങ്ങളുടെ വിശ്വാസത്തിൽ, നിങ്ങളുടെ പ്രവൃത്തിയിൽ ഈ ഷിർക്കും കുഫറും കലർന്ന കാര്യങ്ങളുണ്ട് എന്ന് മാത്രമാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തിരുത്താൻ വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. നമുക്ക് സമസ്തയുടെ ഈ വിശ്വാസങ്ങൾ ഷിർക്കാണ് എന്ന് എന്തൊക്കെ കാരണം കൊണ്ടാണ് പറയുന്നത്, ഇതാരാണ് പറഞ്ഞത് എന്നൊക്കെ കൃത്യമായി നമുക്ക് കേൾക്കാം. ഒന്ന്, നിങ്ങൾ സുന്നികളെ മുശ്രിക്കാക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യവും, അതുപോലെ തന്നെ അദ്ദേഹം പ്രധാനമായി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദുആ എന്നുള്ളത് അഭൗതികം, കാര്യകാരണ ബന്ധം, അതുപോലെ തന്നെ മനുഷ്യ കഴിവിനതീതം, ഇത് എവിടുന്ന് കിട്ടി എന്ന നിലക്കുള്ള ഒരു ചോദ്യമാണ്. ഇൻഷാ അല്ലാഹ് അതിലേക്ക് കടക്കാം. ഈ പറയപ്പെടുന്ന കാര്യം സുന്നികളെ മുശ്രിക്കാക്കുന്നു, സുന്നികൾ അള്ളാഹു അല്ലാത്തൊരു ആരാധന ചെയ്യുന്നു എന്നൊക്കെ ഈ പ്രസ്താവന നടത്തുന്നത് ഒരു ഇമോഷണൽ ആയിട്ട് ആൾക്കാരെ ഒരു പറ്റിക്കുക എന്ന നിലക്ക് മാത്രമാണ്. ഇത് മുജാഹിദുകൾ 1921 നടത്തുന്ന ഒരു പുതിയ കാര്യമൊന്നുമല്ല. ഇത്തരത്തിൽ ഉള്ള പിഴച്ച വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നവരെ അവരുടെ വിശ്വാസം ഷിർക്കാണെന്നുള്ളത് വ്യക്തമായി തന്നെ പല പണ്ഡിതന്മാരും, ഇവർ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ പോലും ഇവര് മുജദ്ദിദാണെന്നും അതുപോലെ തന്നെ മുഹദ്ദിസ് ആണെന്നും അതുപോലെ തന്നെ ഇവരുടെ വലിയ ഇമാമാണെന്നും വിശേഷിപ്പിക്കുന്നവർ പോലും ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ ഷിർക്കും കുഫ്റാണെന്നുള്ള എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു തെളിവാണ്, അല്ല 2 തെളിവാണ് ഇൻഷാ അല്ലാഹ് ഇവിടെ പറയാൻ പോകുന്നത്. ഇവിടെ അബ്ദുൽ ഹൈ ലഖ്നവി റഹ്മത്തുള്ളാഹ്, ഇവരുടെ നേതാവായിട്ടുള്ള അലവി സക്കാഫി പോലും അദ്ദേഹം ഇമാമാണെന്ന് വിശേഷിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ 2 ഫത്വകളാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. ഒരു ചോദ്യമാണ്, മാ കൗലുക്കും ഫീ റജുലിൻ, എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഒരു മനുഷ്യനെ പറ്റിയിട്ട്? യദുന്നു, അദ്ദേഹം കരുതുന്നു, അന്നൽ ഔലിയാക്കൾ യഅലമൂന വയസ്മഊന നിദാഅൽ മുനാദ ഖരീബൻ വബഈദ, അദ്ദേഹം വിശ്വസിക്കുന്നു, ഈ പറയപ്പെടുന്ന ആൾ വിശ്വസിക്കുന്നു, ഔലിയാക്കളൊക്കെ അദ്ദേഹം അറിയുന്നു, അതുപോലെ തന്നെ അദ്ദേഹം കേൾക്കുന്നു. എന്ത് കേൾക്കുന്നു? വിളികൾ വിദൂരത്ത് നിന്നാകട്ടെ അതുപോലെ തന്നെ അടുത്തു നിന്നാകട്ടെ അത്തരം വിളികളൊക്കെ അദ്ദേഹം കേൾക്കുന്നു, അറിയുന്നു. വയസ്തമിദ്ദൂന, അതുപോലെ തന്നെ അദ്ദേഹം സഹായം തേടുന്നു, ബി അൽഫാദിൻ, വാക്കുകൾ കൊണ്ട്. ഏത് തരത്തിലുള്ള വാക്കുകൾ കൊണ്ട്? തഖൂലുഹ അൽ ഹാദിറു ലിൽ ഹാദിരി, ഒരു ഹാദിറായ മനുഷ്യൻ അല്ലെങ്കിൽ സ്ഥലത്തുള്ള മനുഷ്യൻ അദ്ദേഹത്തിന്റെ സായത്തിലുള്ള ഒരു വ്യക്തിയോട് സംസാരിക്കുന്നത് പോലെയുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു? സഹായം ചോദിക്കുന്നു. എന്താണ് ഇത്തരത്തിലുള്ള ആളുടെ വിശ്വാസത്തെ പറ്റി ഒരു ചോദ്യം ചോദിക്കപ്പെട്ടു. ആരോട്? അബ്ദുൽ ഹൈ ലഖ്നവി റഹ്മത്തുള്ളാഹ്. അബ്ദുൽ ഹൈ ലഖ്നവി റഹ്മത്തുള്ളാഹ് എന്ന് പറയുന്ന പണ്ഡിതനാകട്ടെ ഇവരുടെ വലിയ പണ്ഡിതനായിട്ടുള്ള അഥവാ വഹാബികൾക്കൊക്കെ എതിരെ എഴുതിയിട്ടുള്ള ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ പേര് അദ്ദുറുസ് സനിയ ഫി റദ്ദി അലൽ വഹാബിയ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവാണ് അദ്ദേഹം. അദ്ദുറുസ് സനിയ ഫി റദ്ദി അലൽ വഹാബിയ എന്ന ഗ്രന്ഥം അത് എഴുതിയിട്ടുള്ളത് സൈനി ദഹ്ലാൻ എന്ന് പറയുന്ന പണ്ഡിതനാണ്. ഈ സൈനി ദഹ്ലാൻ എന്ന പണ്ഡിതൻ അദ്ദേഹത്തിൽ നിന്നും 14 വിഷയങ്ങളിൽ ഇജാസ് നൽകപ്പെട്ട ഒരു പണ്ഡിതനാണ് ഈ പറയപ്പെടുന്ന അബ്ദുൽ ഹൈ ലഖ്നവി റഹ്മത്തുള്ളാഹ്. അദ്ദേഹം കൊടുക്കുന്ന മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാദാ റജുലുൻ ഫാസിദുൽ അഖീദത്തി, ഈ പറയപ്പെടുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ വിശ്വാസം പിഴച്ചതാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസം അഹ്ലുസ് സുന്നൽ ജമാഅത്തിന്റെ വിശ്വാസം എന്നോ അദ്ദേഹത്തിന്റെ വിശ്വാസം ശരിയാണെന്നല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ വിശ്വാസം പിഴച്ചതാണ്. മാത്രമല്ല ബൽ പോരാ, യുഖ്ഷ അലൈഹിൽ കുഫ്റു, അദ്ദേഹത്തിന്റെ മേൽ കുഫ്ർ ഭയപ്പെടണം. അപ്പൊ ഇവിടെ ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ വെച്ചു പുലർത്തുന്ന
വല്യ നിലത്തിനും എന്നെ വിളിപ്പോർക്ക് വായ്പൂട ഉത്തീരം ചെയ്യും ഞാൻ എന്നോവർ എന്ന തരത്തിലുള്ള വിശ്വാസത്തിനെ പറ്റിയിട്ടാണ് ചോദ്യമുള്ളത്. അത്തരത്തിലുള്ള ചോദ്യത്തെ പറ്റി അബ്ദുൽ ഹൈ ലഖ്നവി റഹ്മത്തുള്ളാഹി പറയുന്നു, ബൽ യുഖ്ഷ അലൈഹിൽ കുഫ്റു, അദ്ദേഹത്തിന്റെ മേൽ കുഫ്ർ ഭയപ്പെടണം. എന്തുകൊണ്ടാണ്? ഫഇന്ന സിമാഅൽ ഔലിയാ അന്നിദാഅ, കാരണം ഔലിയാക്കൾ വിദൂര സ്ഥലത്ത് നിന്നും കേൾക്കുക എന്നുള്ളത്, മിൻ ബഈദ്, വിദൂര സ്ഥലത്ത് നിന്നും കേൾക്കുക എന്നുള്ളത് ലൈസ ബിസാബിത്തിൻ, കാരണം ശറയിൽ സ്ഥിരപ്പെട്ട ഒരു കാര്യമെന്നല്ല. ഒരിക്കലും തന്നെ ഔലിയാക്കളൊക്കെ വിദൂര സ്ഥലത്ത് നിന്ന് ഇങ്ങനെ കേൾക്കുക, അള്ളാഹു തആല കേൾക്കുന്ന പോലെ കേൾക്കുക, അങ്ങനെ വിദൂര സ്ഥലത്തിൽ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ലൈസ ബിസാബിത്തിൻ, അത് ഒരിക്കലും സ്ഥിരപ്പെട്ട കാര്യമല്ല. ഇനിയുള്ള അടുത്ത പോയിന്റ് ആണ്, അത് മുജ്മഉൻ അലൈഹി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എല്ലാവരും അംഗീകരിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. വൽ ഇൽമുൽ കുല്ലിയു, എല്ലാ അറിവും, എല്ലാ തരത്തിലുള്ള അറിവും, ബിജമീഅൽ ജുസ്ഇയാത്ത്, എല്ലാ ജുസ്ഇയായിട്ടുള്ള അഥവാ എല്ലാ ചെറിയ ചെറിയ കാര്യങ്ങളും അറിയുക എന്നുള്ള അറിവ്. ബിജമീഅൽ അസ്മാൻ, അതേപോലെ എല്ലാ സമയത്തും അറിയുക എന്നുള്ള ഒരു വിശേഷണം മുഖ്തസും ബില്ലാഹി ജല്ല വജല, അത് അല്ലാഹു തആലക്ക് മാത്രം അവകാശപ്പെട്ടുള്ള വിശേഷണമാണ്. ഇവിടെ ഒരു മുഹദ്ദീൻ ഷേഖിനോ അല്ലെങ്കിൽ അല്ലാഹു തആല അല്ലാത്ത ഏതൊരു പടപ്പിനോ ഇത്തരം വിശേഷണങ്ങൾ ഇല്ല. അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്തവർക്ക് ഇത്തരം ഗുണവിശേഷണങ്ങൾ ഉണ്ടെന്നോ അല്ലെ അതിന്റെ അടിസ്ഥാനത്തിൽ സഹായം തേടുന്നതോ അതൊക്കെ ശിർക്കും കുഫ്റാണെന്നുള്ളത് ഇവർ അംഗീകരിക്കുന്ന പണ്ഡിതന്മാർ പോലും എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, നമ്മൾ കേട്ടല്ലോ, കൃത്യമാണല്ലോ, വ്യക്തമാണല്ലോ. സമസ്തയുടെ വാദം, സമസ്തയുടെ ഈ പറയുന്ന വിശ്വാസം അത് ഷിർക്കാണ് എന്ന് കേവലം ആരെങ്കിലുമല്ല, സമസ്ത അംഗീകരിക്കുന്ന അബ്ദുൽ ഹൈ ലഖ്നവി എന്ന് പറയുന്ന പണ്ഡിതന്റെ കിതാബാണ്. സമസ്തക്കാർ അതിനെ തള്ളി പറയുകയാണെങ്കിൽ പറയട്ടെ, നമുക്കപ്പോൾ അതിനെക്കുറിച്ച് ബാക്കി പറയാം. സമസ്തക്കാർ പോലും അംഗീകരിക്കുന്ന പണ്ഡിതൻ തന്നെ ഇത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, സമസ്തയുടെ വാദം ഷിർക്കാണ് എന്നുള്ള. അവരുടെ പേരിൽ കുഫർ ഭയപ്പെടണമെന്ന് വളരെ കൃത്യമായി തന്നെ പറയും, നമ്മൾ കേട്ടു. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇത് കേവലം വാശിയോ ഇല്ലെങ്കിൽ മറ്റുള്ള രീതിയിലോ അല്ല ഈ പറയുന്നത്, സ്നേഹം കൊണ്ടാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ തെറ്റ് തിരുത്തുക എന്നാണ് നമ്മുടെ ഉദ്ദേശം. അള്ളാഹു സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കാനും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇത് പരമാവധി എല്ലാവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണം, അവരോട് കാണാൻ വേണ്ടി നിർബന്ധിക്കണം, അവർ തെറ്റുകൾ തിരുത്തട്ടെ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.